ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സംഗതി നമ്മുടെ നാട്ടിൽ നടന്നായിരുന്നു. നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖലയിൽ, അതായത് നമ്മുടെ ആസിഫ് അലിയും രമേശ് നാരായണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു അവാർഡ് ഫംഗ്ഷന് ഒരു മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി ആസിഫ് അലിയെ ഏർപ്പാട് ചെയ്യുന്നു. അതായത് ആസിഫ് അലിയെ വിളിച്ചു പറയുന്നു. അപ്പോൾ ആസിഫ് അലി മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി ഈ രമേശ് നാരായണൻ്റെ അടുത്ത് ചെന്നപ്പം അദ്ദേഹം ഈ ആസിഫ് അലിയെ മൈൻഡ് പോലും ചെയ്യാതെ മൊമെൻറ്റോ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ വാങ്ങിക്കാതെ ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടറെ വിളിച്ച് ഈ മൊമെൻറ്റോ തനിക്ക് തരാൻ വേണ്ടി പുള്ളിക്കാരനെ വിളിക്കുന്നു. ജയരാജിനെ വിളിച്ച് മൊമെൻറ്റോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആസിഫ് അലിയെ മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി ആസിഫ് അലിയെ നോക്കുന്ന പോലുമില്ല ആ പുള്ളിക്കാരൻ, അതായത് രമേശ് നാരായണൻ. അപ്പോൾ അതൊരു ഭയങ്കര, കാരണം അത്രയും ക്രൗഡിന് മുമ്പിൽ വെച്ച് സത്യത്തിൽ ഒരു ഇൻസൾട്ട് ആയിപ്പോയി. ആ ഏറ്റവും വലിയ നല്ലൊരു നടനാണ്. ഭയങ്കര ഇൻസൾട്ട് ആസിഫ് അലിക്കുണ്ടായി. ആസിഫ് അലി പക്ഷേങ്കിൽ അതൊന്നും ഭാവമൊക്കാതെ വളരെ ചിരിയോടെ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. പിന്നെ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ സോഷ്യൽ മീഡിയ അതെടുത്ത് ആഘോഷിച്ചു. അത് രമേശ് നാരായണൻ്റെ ഭാഗത്ത് തെറ്റെന്ന് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് ഇൻസൾട്ടുകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ വലിയ ക്രൗഡിന് മുമ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നാണക്കെടുന്നെന്ന് പറഞ്ഞാൽ ചില സമയത്ത് പണ്ടൊരിക്കൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ചിലപ്പം ക്രൗഡിന് മുമ്പിൽ വെച്ച് നാണക്കെടുന്ന അവസ്ഥ, ചിലപ്പം ആർക്കെങ്കിലും പൈസ കൊടുക്കാണ്ട് അവർ നമ്മളെ റോഡിൽ വെച്ച് നമ്മളോട് അസഭ്യം പറയുന്ന രംഗങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു പക്ഷെങ്കിൽ ഇറക്കി നിർത്തുന്നത്, സ്കൂളിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും പഠിക്കാത്തതിനോ ബുക്ക് കൊണ്ടുവരാത്തതിനോ ഒക്കെ ഇറക്കി നിർത്തി നമ്മൾ വെളിയിൽ, ഒരു പക്ഷേ ബുക്ക് കൊണ്ടുവന്നില്ല, അവിടെ ഒന്നും സംഭവിക്കാനില്ലായിരിക്കും. പക്ഷെങ്കിൽ ഒരു ടീച്ചർമാർക്ക് അല്ലെങ്കിൽ കുട്ടികളോടൊന്ന് ക്ഷമിച്ചാൽ മതിയായിരിക്കും. ഒരു ദിവസം അടുത്ത ദിവസം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ 2-3 ദിവസം ബുക്ക് കൊണ്ടുവന്നില്ലേ മാത്രം ഇറക്കി നിർത്തുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ചില ടീച്ചർമാർ അല്ലെങ്കിൽ ചില അധ്യാപകർ